റസൂലുള്ളാഹിയുടെ കരുണയെപ്പറ്റിയാണ്. നിലക്കാത്ത കാരുണ്യം എന്നതാണ് എന്റെ വിഷയം. ആ കരുണയുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അരിമാതെണ്ടവർ ഉരൈപാതൃ ചണ്ടയിൽ പൊരുതനെ നിണ്ടിടലായി അതുപോളുതത്തലം അബുജഹലത്തിടൈ എനതിനെ എതിർത്തിടുവാൻ കുറയാതെ സന്തതിലത് പാടി ബന്ധവൻ ചവർപോരു ദന്തനുമായി കുതുകൂലമിട്ട് ഞാൻ ഒരു ലാറ് വിട്ടവൻ തുടമേലെ തട്ടിടലായി. മഹാകവി മാപ്പിളക്കവി സാമ്രാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിലുള്ള വരിയാണ്. ഞാൻ അതിലൂടെ തുടങ്ങാനല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിലതാ ഓർമ്മ വന്നത്. റസൂലുള്ളാഹിയുടെ കാരുണ്യം പറഞ്ഞപ്പോഴ് ആ കാരുണ്യം എവിടുന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് റസൂലുള്ളാഹിയുടെ റഹ്മത്തിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്, അതാർക്കും പറയാൻ കഴിയാത്തതാണ്, വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്തതാണ്. നഹീ സഖ്ത, കഴിയാത്ത കാര്യമാണ്. ബദറിന്റെ പടക്കളത്തിൽ വെച്ച് മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂജഹൽ ഞാനുമായി പടപെട്ടാൻ വേണ്ടി വന്നു. അങ്ങനെ അബൂജഹലും ഞാൻ അബൂജഹലിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു. പക്ഷേ അബൂജഹൽ എന്നെ കൊള്ളത്തന്നെ വരികയാണ്. അങ്ങനെ വന്നതിന് ശേഷം എന്നെ വെട്ടുകയാണ്. മുറികൂറെ പറ്റലിൽ ശുഗലാകപ്പെട്ടവൻ അടിമാറഞ്ഞിട്ടുളരേ മുറുകവേ എത്തിടൈ ജഹലൂടെ പുത്തീരൻ ഇക്രീമ തത്തലമിൽ. കുറേ സമയം ഞാനും അബൂജഹലും കൂടി, അബൂജഹൽ എന്നെ കൊള്ള വന്നപ്പോഴ് ഞാൻ ഒഴിഞ്ഞു മാറാൻ പലവരും ശ്രമിച്ചെങ്കിലും അബൂജഹൽ എന്നെ കൊള്ള തന്നെ വരികയാണ്. അവസാനം രണ്ടുപേരും തമ്മിൽ അടിയും പിടിയും വെട്ടും കുത്തും ചോട്ടും നീട്ടും ശക്തമായിരിക്കുന്ന യുദ്ധം നടന്നു. അവസാനം പറയാം, അബൂജഹലിന്റെ വെട്ടുകൊണ്ടിട്ട് ഈ ഭാഗത്തിലൂടെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു എനിക്ക് വെട്ടിങ്ങനെ കൊണ്ടിട്ട് ഈ ഭാഗം എങ്ങനെ മുറിവായി ഒടിഞ്ഞു തൂങ്ങിയപ്പോഴ്, ഈ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിയപ്പോഴ് ഞാൻ ആ ഭാഗത്തിന് അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു പിടിച്ചിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പോയി അങ്ങോട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയ സമയത്ത് നബി തങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഖൈമന്റെ ഉള്ളിലാണുള്ളത്, ടെന്റിന്റെ ഉള്ളിലാണുള്ളത്. ഹബീബായ തങ്ങൾ ബറക്കത്തുള്ള ഉമിനീര് പുരട്ടുകയാണ്. ലോകത്ത് ഏറ്റവും സുഗന്ധമുള്ള, രണ്ട് ലോകത്തും ഏറ്റവും സുഗന്ധമുള്ളതായ അവിടുത്തെ വായിലെ ഉമിനീരെടുത്തിട്ട് ഈ മുറിവിൽ പുരട്ടിയപ്പോൾ ഹബീബായ തങ്ങളുടെ കരുണയാണ്, ഹബീബായ തങ്ങളുടെ റഹ്മത്താണ്. മഹമൂറി കൂടിടൈ കലമാഹിവായിടൈ ഉടൽ ബീലം ഏറിടലായി. മഹാമുറി കൂടിടൈ, ആ വലിയ മുറി മഹാമുറിയാണ്. വലിയ മുറി കൂടിക്കൊണ്ടിട്ട് കലമഹിവായിടൈ, വലിയ മുറി അങ്ങട്ട് മുറി ഉണങ്ങുകയാണെന്ന് മാത്രമല്ല കലമഹിവായിടൈ, ആ മുറിയുടെ അടയാളം പോലുമില്ല. ഉടൽ ബീലം ഏറിടലായി, ഉടൽ ബിലം ഏറിടലായി. ആ ശരീരത്തിനിക്ക് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിനിക്ക് ബിലം ഏറിടലായി. വല്ലാത്ത ശക്തി കിട്ടുകയാണ്, വല്ലാത്ത ആഫിയത്ത് കൂടുകയാണ്. ഹബീബായ തങ്ങളുടെ ആ റഹ്മത്താണത്. ഏത് രോഗവും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണേ റഹ്മാനേ.